പൈസ നോക്കിയില്ല, വച്ചങ്ങ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് അപ്പോൾ ശരി, ഞങ്ങളൊരു യാത്ര പോവാണ്. തുർക്കിയിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പം തുർക്കിയിൽ പോയിട്ട് വരാം. ലേക്കുട്ടി ആനിയുണ്ട് കൂടെ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അല്ലേ ലേക്കുട്ടി? എവിടെ പോവാ? ഫ്ലൈറ്റിൽ പോവാ. ഓക്കെ, എന്നാൽ ഞങ്ങളുടെ കൂടെ അജേഷും അലീനയും ഉണ്ട്. അപ്പം അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ പാർക്കിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരും കൂടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും. ഇത് പാർക്കിംഗ് സ്ലോട്ടാണ്. നമുക്ക് നേരത്തെ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 1 വീക്കിന് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാം. അതുപോലെ ഇവിടെ തന്നെ ബസ് സർവീസ് ഉണ്ട് എവറി 10 മിനിറ്റ്സ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഏത് ടെർമിനലിലോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് അവർ കൊണ്ടുപോകും. ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഈ പാർക്കിങ്ങിൻ്റെ അടുത്ത് വളരെ അടുത്തായിട്ട് ഫ്ലൈറ്റിനെ കാണാം. ലുഫ്താനയുടെ എയർലൈൻസ് ആണെന്ന് തോന്നുന്നു. അത് ലാൻഡ് ചെയ്തു. ഒത്തിരി ഫ്ലൈറ്റ് പോകാനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. എനിവേ, അപ്പം ഞങ്ങളുടെ ജേണി തുടങ്ങുകയാണ്. പോയിട്ട് വരാം. പറഞ്ഞ അലീന, നമ്മൾ എക്സൈറ്റഡ് അല്ലേ? അനി എക്സൈറ്റഡ് അല്ലേ? പോയിട്ട് വരാം. ഞങ്ങൾ ടെർമിനൽ 2-ലാണുള്ളത്. ഞങ്ങളുടെ ഗേറ്റ് ഓപ്പണായി. കുറച്ച് ലേറ്റായി, എന്നാലും എത്തി, ടൈമിലെത്തി. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് പിടിക്കുകയാണ്. നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി, എന്നാലും ഞങ്ങൾ പെട്ടെന്ന് നടന്ന് ഗേറ്റിനടുത്ത് എത്താറായി. എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് ഒരുമിച്ച് പോകാം. അയ്യോ, തളർന്നോ? തളർന്നു പോയോ? ഏത് വേണമെന്ന് ഇട്. ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, നമുക്ക് അവിടെ എത്തിയിട്ട് മേടിക്കാം കേട്ടോ. ഓക്കെ ആണോ? യെസ്. ഞാൻ ഞങ്ങളുടെ ഗേറ്റിലെത്തി. അജേഷ് ഏതാണ്ടൊക്കെ പറയണുണ്ട്, ഒന്നും മനസ്സിലാവണില്ല. പോട്ടെ. ബോർഡിങ് തുടങ്ങി. ഫ്ലൈറ്റ്, ഇസ്താംബുൾ ഫ്ലൈറ്റ് നല്ല ഫുള്ളായിരുന്നു. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, തുർക്കിയിൽ പോകുമ്പം എപ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുക. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പെഗാസസ് എയർലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൈറ്റിനാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ മാഞ്ചസ്റ്ററിൽ നിന്ന് വളരെ കുറവ് ഫ്ലൈറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ലാസ്റ്റ് ടൈമിലാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത്. കുറച്ച് മുന്നേയൊക്കെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്താൽ നമുക്ക് ലൂട്ടനിൽ നിന്നൊക്കെ വളരെ ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടും. അതുപോലെ ഈവൻ ലീഡ്സിൽ നിന്നാണെങ്കിൽ പോലും ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഒരു മിനിമം ഒരു 3 months മുന്നെങ്കിലും ബുക്ക് ചെയ്യണം. ഈ പെഗാസസ് എയർലൈൻസ് ശരിക്കും ഒരു ബഡ്ജറ്റ് എയർലൈനാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ, ഫുഡ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. പിന്നെ ഒരു 4.5 hours ട്രാവലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തുർക്കിയിലെത്തും. അതുകൊണ്ട് അതൊരു കുഴപ്പമില്ല. പിന്നെ ലെഗ് സ്പേസ് ഒക്കെ വളരെ കുറവാണ്.
ഇനി എന്നാലും യാത്ര അത്ര മോശമൊന്നും ആയിരുന്നില്ല, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. തുർക്കിയിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് വിസ ആവശ്യമുണ്ട്. നമ്മൾ UK നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിസ കിട്ടും. നമ്മുടെ BRP കാർഡിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചാൽ മതി, വളരെ പെട്ടെന്ന് തന്നെ നമുക്കെടുക്കാം. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചുകൂടെയൊക്കെ പ്ലാൻ ചെയ്ത് പോയാൽ അത്യാവശ്യം ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ അതാ ഒരു ഓറഞ്ച് ഫ്ലൈറ്റ് പോകുന്ന കണ്ടു. അത് നല്ല ലിവറിയുള്ള കുറേ ഫ്ലൈറ്റുകൾ ഇവിടെ മാഞ്ചസ്റ്ററിൽ കാണാൻ പറ്റി. എനിവേ ഞങ്ങളിതാ റൺവേയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഉടൻ തന്നെ ഞങ്ങളുടെ യാത്ര ടേക്ക് ഓഫ് ചെയ്യുന്നതാണ്. അതുപോലെ എല്ലാവരും കൂടുതലും കണ്ടിരിക്കുന്നത് ഇസ്താംബുൾ സിറ്റിയും പള്ളിയും അതുപോലുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടെ പുരാതനമായ അല്ലെങ്കിൽ ചരിത്രമുറങ്ങുന്ന എഫെസോസ്, അതുപോലെ കപ്പഡോക്യ, പിന്നെ പമുക്കലെ, അതുപോലത്തെ സ്ഥലങ്ങളാണ് ഞങ്ങൾ കൂടുതലും വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വരുന്ന വീഡിയോകളിൽ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കും കാണാം. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. ഇതാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. സഞ്ചാരം എന്ന പ്രോഗ്രാം എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിലേക്ക് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന് മുന്നേ ഏഷ്യാനെറ്റ് ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനലുണ്ടായിരുന്ന സമയത്ത് രാവിലെ 10:30 സൺഡേ, അപ്പം അതിൽ കണ്ടതുപോലുള്ള ടേക്ക് ഓഫുകളും അത് കഴിഞ്ഞിട്ട് മനോഹരമായ മഞ്ഞിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൻ്റെ ആ ഒരു ദൃശ്യങ്ങളൊക്കെ കുഞ്ഞിലേ കണ്ടതാണ്. അപ്പം യാത്രകളെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഈ യാത്രകൾ. ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം നമ്മുടെ യാത്രകളിലേക്ക് നിങ്ങളെയും കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഇസ്താംബുൾ എന്ന മനോഹരമായ സ്ഥലത്തെത്തി. പക്ഷേ പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല, നല്ല മഴയാണ്, മൂടൽ മഞ്ഞുമുണ്ട്. എന്നാലും അതിനിടയിൽ കൂടെ ആ ഒരു ഭംഗി വല്ലാതെ എന്നെ ആകർഷിച്ചു. എന്തായാലും നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലാൻഡ് ചെയ്യുന്നതാണ്. എന്തായാലും ലാൻഡിങ് അത്ര സുഖകരമല്ലായിരുന്നു, നല്ല വിൻഡുണ്ടായിരുന്നു. ഇത്രയും ഒരു ഹോറിബിൾ ലാൻഡിങ് ആദ്യമായിട്ടാണ് ലൈഫിൽ അനുഭവിച്ചത്. എന്തായാലും പെട്ടെന്ന് ലാൻഡിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മുടെ വിസ ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയറായി. കാരണം നമ്മുടെ വിസ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. ഞങ്ങൾ ലഗേജൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തുർക്കിയിലെത്തി. നല്ല മഴ. കുട്ടി മഴയുണ്ടോ? ഇല്ലേ? അതെ, ഞങ്ങളെ കൊണ്ടുപോകാൻ വന്ന വണ്ടിയാണ്. ഫുള്ള് ലക്ഷറിയാണ്. ഞങ്ങൾ പൈസ ഒന്നും നോക്കിയില്ല. കുട്ടി വണ്ടി എങ്ങനെയുണ്ട്? ഭയങ്കര സൂപ്പറാണോ? നമ്മളിപ്പോ എവിടെ എത്തിയേക്കുന്നത്? എവിടെയാ ലേക്കുട്ടാ? ഇസ്താംബുൾ അല്ലേ? ഇസ്താംബുൾ. അപ്പൊ നമ്മൾ ഇസ്താംബുളിൽ ലാൻഡ് ചെയ്തു. ഒരു ടൈം ഇപ്പൊ എത്ര മണിയായി കാണും? 10 o'clock അല്ലേ? ഈവനിങ് 10 o'clock ആയി കാണും. സോ ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോവാണ്. സോ ടുമോറോ മോർണിംഗ് 4:45 ഞങ്ങൾ കപ്പഡോക്യയിലോട്ട് പോകും. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാരും വീഡിയോ കാണണേന്ന് പറയോ?